ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ട് ഒരു കിടിലൻ ഗ്രിൽഡ് പനീർ തയ്യാറാക്കിയാലോ. സാധാരണ നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെയാണല്ലേ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് അതേ സ്റ്റൈലിൽ പനീർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് റോൾ ആക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു ഹെൽത്തി ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: 500 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം പനീർ ക്യൂബുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് തൈര്, ഒലീവ് ഓയിൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലപ്പൊടികളും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം പനീർ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിപ്പിച്ച് ഇളക്കിയിട്ട് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു തവയിൽ അല്പം ഓയിൽ സ്പ്രേ ചെയ്ത് മീഡിയം തീയിൽ പനീർ ഓരോ വശവും ഏകദേശം 3 മിനിറ്റ് വീതം ഗ്രിൽ ചെയ്തെടുക്കാം. അധികം ഗ്രിൽ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ പനീർ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേ തവയിൽ വീണ്ടും അല്പം ഓയിൽ സ്പ്രേ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും കുറച്ച് ഉപ്പും ചേർത്ത് ഗ്രിൽ ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ചേർത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നീട് ഒന്ന് മറിച്ചിട്ട് വീണ്ടും 2 തൊട്ട് 3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രിൽഡ് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സെർവ് ചെയ്താലും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.